നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കനകമലയ്ക്ക് നമ്മുടെ പിള്ളേരായിട്ട് ചെറിയൊരു ട്രിപ്പല്ല, തീർത്ഥാടന യാത്രയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. പോണേക്ക് ബിൽസിൻ്റെ കുറച്ച് കമറ്റുകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെക്കൻ്റെ പരിപാടികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മുടെ ആരോൺ സാറിനെ പിക്ക് ചെയ്തു തൃശ്ശൂരിന്. ഇപ്പോൾ നമ്മൾ നേരെ സ്ട്രേറ്റ് ടു കനകമല. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വൈകിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ കനകമലയിൽ എത്തിച്ചേർന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ഫുള്ള് പ്രാർത്ഥനയോടെ നമ്മൾ മലകയറ്റം ആരംഭിച്ചു. കുറച്ച് കുത്തനുള്ള കയറ്റാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. എല്ലാവരും വെച്ച് പിടിച്ച് മുകളിലോട്ട് കയറി. നോർമൽ ലെവലിൽ നമ്മളൊരു 25 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും. ആരോണാഷിക്കൊക്കെ ഒരു 10-17 മിനിറ്റ് നമ്മൾക്ക് ഇവിടെ എത്തിണ്ടാവും. പിന്നെ മുകളിലത്തെ പിടിക്ക് വയർത്ത് കുളിച്ച് കുറച്ച് നേരം പാറപ്പുറത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ടു. പിന്നെ ക്ഷീണം മാറിയതിന് ശേഷം രൂപമുത്തി പ്രാർത്ഥിച്ച് കുറച്ച് നേരം. ശേഷം ഈ ചാപ്പലിൻ്റെ ബാക്കിലായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ വ്യൂ പോയിൻറ്റിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് വെള്ളവും അതുപോലെ സ്നാക്സും ജ്യൂസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം മെഴുകുതിരി കത്തിച്ച് പയ്യെ ഞാനാദ്യം ഇറങ്ങി. പക്ഷേ ആദ്യം എത്തിയത് ഞാനല്ല, അപ്പോൾ അതുപോലെ അരുണാഷിക്കൊക്കെ ആദ്യം എത്തി. അവസാനം അഗസ്റ്റോയും എത്തി താഴത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടിവാരത്തെ പള്ളിയിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പുണ്യാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അതിനുശേഷം നല്ല ചൂട് കഞ്ഞിയും അതിപ്പോൾ ചമ്മന്തിയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് അങ്കമാലിയുള്ള നമ്മുടെ ആഷിക്കിൻ്റെ അങ്കിളിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ പോയി കുളിക്കാനാണ്. പോകണമെങ്കിൽ ചെറിയൊരു പണി കിട്ടി, അതൊന്നും വലിയ സീനൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മളതിൽ പിന്നെ എക്സ്പേർട്സ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പിന്നെ സെറ്റാക്കി. അങ്ങനെ തോട്ടിലെ കുളിയും കഴിഞ്ഞു ഗായ്സ്. അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ എയർപോർട്ടിൽ രക്ഷയ്ക്കിട്ടാണ് പോയി നമ്മുടെ വ്യൂ പോയിൻ്റ് വരെയല്ലോ. അപ്പോൾ അവിടെ ചുമ്മാ വേറെ പണിയില്ല. കുറച്ച് നേരം 4 ഫ്ലൈറ്റ് കണ്ടിരിക്കാന്ന് വെച്ച് പോയപ്പോൾ ചെന്ന സമയത്ത് അവിടെ 1/2 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു, ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലൈറ്റിന് മുന്നേ അവിടെ ട്രെയിനൊക്കെയാണ് അതിന് പോയത്. ട്രെയിൻ പോയിട്ട് പിന്നെ എനിക്ക് നേരെ തിരുവല്ല ബാക്ക് ടു ബാക്ക് ഒരു 4 ഫ്ലൈറ്റോളം കാണാൻ പറ്റി. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം സമയങ്ങളിൽ നീക്കി. ഇതൊക്കെ ചെയ്യണ്ടേ. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പിന്നെ ഇവൻ്റെ പിന്നാലെയായി. അങ്ങനെ നൈസായിട്ട് ഞാൻ അവിടുന്ന് കാലിയാവാമെന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്തായിരുന്നു നമ്മുടെ സൗദി എയർലൈൻസിൻ്റെ ഒരു A330 വലിയൊരു ഫ്ലൈറ്റ്. എന്നാൽ പിന്നെ അതിൻ്റെ ലാൻഡിങ് കൂടെ കണ്ടേക്കാം, ഏതായാലും വരത്തിയതല്ലേ. അതായത് കുറയ്ക്കേണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ അങ്കമാലി സെൻട്രലിലേക്കാണ് ചെയ്യുന്നത്. അവിടുന്ന് ചൂടുറങ്ങുന്ന ഒരു ഐസ്ക്രീം കടയിൽ കയറിയിട്ട് 4 ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഞങ്ങൾ ഈ ട്രിപ്പ് അങ്ങോട്ട് അവസാനിപ്പിച്ചു ഗൈസ്. ഓക്കെ, ബൈ.